വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ബി.ജെ.പി. സംഭരിച്ചത് 10,000-ഓളം ഭക്ഷ്യക്കിറ്റുകൾ. വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലുമായി നടന്ന പരിശോധനകളിൽ പോലീസ് പിടികൂടി ഇവ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്ന് തെക്കുംതറയിൽ ബി.ജെ.പി. നേതാവ് വി.കെ. ശശിയുടെ വീട്ടിൽ സംഭരിച്ച കിറ്റുകളും പോലീസ് പിടിച്ചെടുത്തു. അതേസമയം ബി.ജെ.പിക്കാർ കിറ്റ് തന്ന് സുരേന്ദ്രന് വോട്ടഭ്യർത്ഥന നടത്തിയതായി വോട്ടർമാർ കൈരളി ന്യൂസിനോടും വെളിപ്പെടുത്തി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി എത്തുന്ന ബി.ജെ.പി. പ്രവർത്തകർ കിറ്റുകളുമായാണ് ആദിവാസി കോളനികളിൽ ഉൾപ്പെടെ എത്തുന്നത്. നേരത്തെ വലിയ വിവാദമായിരുന്നു ഈ വിഷയം. ബത്തേരിയിൽ 10,000-ഓളം കിറ്റുകളാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായി വ്യാപാര സ്ഥാപനങ്ങളിൽ തയ്യാറാക്കി വെച്ചിരുന്ന കിറ്റുകൾ ആണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി. അത് പിന്നീട് മറ്റ് പല സ്ഥലങ്ങളിലും സമാന സംഭവങ്ങൾ ആവർത്തിച്ചു. മാനന്തവാടിയിലും കൽപ്പറ്റയിലും ഇപ്പോൾ ഇന്ന് തന്നെ മറ്റ് പല മേഖലകളിലും ഇത്തരത്തിൽ കിറ്റുകൾ, വീടുകളിൽ സംഭരിച്ച കിറ്റുകൾ ഉൾപ്പെടെ പോലീസ് പിടിച്ചെടുത്തു. ഇവയെല്ലാം ഫ്ലൈയിങ് സ്ക്വാഡിന്റെയും മറ്റും കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. അല്പസമയം മുൻപാണ് തെക്കുംതറയിൽ ഇതുപോലെ കിറ്റുകൾ പിടികൂടിയത്. തെക്കുംതറയിൽ ഒരു സജീവ ബി.ജെ.പി. നേതാവിന്റെ വീട്ടിൽ നിന്നാണ് കിറ്റുകൾ പിടികൂടിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മടക്കിമലയിലെ ഒരു ആദിവാസി കോളനിയിലാണ്. ഈ കോളനിയിൽ ഉൾപ്പെടെ നേരത്തെ ഈ ബി.ജെ.പി. പ്രവർത്തകർ കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശത്തിന് ശേഷം ഇവിടെ എത്തുകയും ഈ വിധത്തിൽ ആദിവാസി കോളനികളിൽ കിറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അത് വോട്ടർമാർ തന്നെ ഈ വിധത്തിൽ നമ്മളോട് പറയുകയും ചെയ്തു. ഈ ആദിവാസി കോളനിയിലെ വെള്ളേട്ടന് കഴിഞ്ഞ ദിവസം എത്തിയ ബി.ജെ.പി. പ്രവർത്തകർ പണവും അതോടൊപ്പം കിറ്റുകളും കൈമാറി ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് പറയുന്നത്. നേരത്തെ കെ സുരേന്ദ്രൻ ഈ കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു. ഈ ബി.ജെ.പിയുടെ നേതൃത്വത്തിലല്ല കിറ്റുകൾ വിതരണം ചെയ്തത് എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം. നമുക്ക് ഇവിടെയുള്ള വോട്ടർമാരിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ ചോദിക്കാം. വെള്ളേട്ടൻ നമുക്കൊപ്പം ഉണ്ട്. വെള്ളേട്ട, കഴിഞ്ഞ ദിവസം ഈ കൊട്ടിക്കലാശത്തിന് ശേഷം എത്തിയ ബി.ജെ.പി. പ്രവർത്തകരാണോ ഇത് തന്നത് കിറ്റുകൾ? കഴിഞ്ഞ പ്രാവശ്യം ഈ കിറ്റുകൾ തന്നത് ഇന്നലെ കിട്ടി. അത് ബി.ജെ.പിക്കാർ തന്നെ, വേറെ ആരുമല്ല. ബി.ജെ.പി. പിന്നെ മറ്റേ സുരേന്ദ്രനുണ്ടായിരുന്നു, പിന്നെ ജോണി ഉണ്ടായിരുന്നു, പിന്നെ 5-6 ആൾ വേറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ബി.ജെ.പി. അല്ലാത്ത കോൺഗ്രസ് മാർക്സിസ്റ്റുകാരല്ല. ബി.ജെ.പിക്കാർ കിറ്റ് തന്നിട്ട് എന്താണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്? ആവശ്യപ്പെട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ പറഞ്ഞ ആയിക്കോട്ടെ തരാം. ഞാൻ എൻ്റെ വിശ്വസിച്ചുള്ള പാർട്ടികളാണ്, ഞാൻ വേറെ ഒരു പാർട്ടിയും കൊടുക്കില്ല. എനിക്ക് എന്നും വോട്ട് തുടങ്ങി അന്ന് മുതൽ ഞാൻ ഇടത്തോട്ടല്ലാണ്ട് വലത്തോട്ട് ഇതുവരെ പോയിട്ടില്ല. അത്തരം പ്രലോഭനങ്ങളൊന്നും വീഴില്ല ഇവരെന്തൊക്കെ കൊണ്ട്? എന്തുകൊണ്ട് തന്നാലും അതിൽ ഞാൻ വീഴില്ല. പിന്നെ അഥവാ മരിച്ചു പോയാൽ മാത്രം എൻ്റെ വോട്ട് വേറെ പോകില്ല. അല്ലേ മരിക്കുന്നവരൊക്കെ എടുത്തല്ലാതെ വലത്ത് പോകില്ല. ഈ പ്രദേശത്തുള്ള വിവിധ കോളനികളിൽ ഇങ്ങനെ കിറ്റുകൾ കൊടുത്തെന്നാ പറയുന്നത്. ഞാൻ കണ്ടില്ല, കേട്ടില്ല. ഇപ്പം പറഞ്ഞാൽ കേട്ടിന് സോണിക്കട ഇത് അവിടെയൊക്കെ കൊടുത്തിരുന്നുള്ളു. പക്ഷെ നമ്മൾ ആ ഭാഗത്തൊക്കെ പോക്കില്ലല്ലോ, നമുക്ക് അതിനെ പറ്റി. ഈ കിറ്റിൽ എന്തൊക്കെയുണ്ടായിരുന്നു? കിറ്റിൽ മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു അലക്കുന്ന സോപ്പ്, പിന്നെ കുളിക്കുന്ന ഒരു സോപ്പ്, പിന്നെ 1 കിലോ റവ ഉണ്ടായിരുന്നു, പിന്നെ പഞ്ചസാര ഉണ്ടായിരുന്നു, പിന്നെ അര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, അത്രയും സാധനമേ ഉള്ളൂ. ഇത് തന്നിട്ട് ബി.ജെ.പി. കെ സുരേന്ദ്രൻ വോട്ട് ചെയ്യണമെന്നാണ് അവരാവശ്യപ്പെട്ടത്. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ. നമ്മളേതായാലും പണം നൽകിയോ? പണം എന്താ, ചെറിയ കുപ്പിക്ക് തന്ന് 200 റുപ്യ, അതിലപ്പുറം ഒന്നുമില്ല. കൊടുത്തില്ല. ഇവിടെ തന്നെ എത്ര വീടുകളുണ്ട്? ഇവിടെ 8 വീടുണ്ട്. 8 വീടുകളിലും കൊടുത്തു. 8 വീട്ടിൽ മറ്റേ ഒരു വീട്ടിലല്ല, 7 വീടുള്ളൂ. 7 വീട്ടിൽ എല്ലാവരും കിറ്റ് കൊടുത്ത്, പിന്നെ അവരപ്പം തന്നെ പോവുകയും ചെയ്ത്. ബി.ജെ.പി. പ്രവർത്തകർ ആദിവാസി കോളനികളിലെത്തി ഇത്തരത്തിൽ കിറ്റുകൾ വിതരണം ചെയ്തു എന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ സ്ഥിരീകരിക്കുന്നത്. അതായത് നേരത്തെ ഈ വിധത്തിൽ ബി.ജെ.പി. ഉയർത്തിയ വാദങ്ങൾ പാടെ പൊളിച്ചുകൊണ്ടാണ് വോട്ടർമാർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ബി.ജെ.പി. പ്രവർത്തകർ ആദിവാസി കോളനികളിലെത്തി കിറ്റുകൾ വിതരണം ചെയ്തു, കെ സുരേന്ദ്രന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു എന്നാണ് അവർ പറയുന്നത്. വയനാട്ടിൽ നിന്നും ജിംഷിൻ സുരേഷിനൊപ്പം അനൂപ് കെ.ആർ.